ഇമോഷണലി ആൻഡ് മെന്റലി സ്ട്രോങ് ആകണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്താണ് നമ്മളും അവരും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ അവരെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ ഒട്ടും സമയം കളയാതെ ലെറ്റ് സ്റ്റാർട്ട്. ധാരാളം പ്രോബ്ലംസ് ഉണ്ടായിട്ടും ലൈഫിൽ ക്ലിയർ ആയ ഒരു വിഷൻ ഉള്ളത്, ഇതെല്ലാം എനിക്ക് പരിഹരിക്കാനാവും എന്നൊരു കോൺഫിഡൻസ് ഉള്ളവരാണ് മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്കിന് ജോബ് ലഭിക്കാത്ത ഒരാള് ഞാൻ ഇനി ഒരിക്കലും അറ്റൻഡ് ചെയ്യില്ല, എന്നെ കൊണ്ട് ഇതിന് സാധിക്കില്ല എന്ന് ഇത്തരം ആളുകൾ ചിന്തിക്കാതെ ആ മിസ്റ്റേക്ക് ഇനി വരുത്താതെ ഞാൻ ആ ജോബ് നേടിയെടുക്കും എന്നൊന്നും ഇത്തരം ആളുകൾ ചിന്തിക്കാം. ഇനി ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളുടെ സവിശേഷത എന്തെല്ലാം നോക്കാം. അത്തരം ആളുകൾ ദാരിദ്ര്യം നേരിടുന്നവരായിരിക്കും, പൈസക്ക് നല്ല അത്യാവശ്യമുള്ളവരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരും ആയിരിക്കും. അതിനോടൊപ്പം കാരിയർ ശ്രദ്ധിക്കുന്നവരും ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നവരും ആയിരിക്കും. ഇവർക്ക് മുന്നിൽ 2 വഴികളുണ്ട്. ഇതെല്ലാം എന്റെ വിധി മാത്രമാണ്, അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും ചെയ്യില്ല. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, എന്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്, പൈസ എനിക്ക് അത്യാവശ്യമാണ്, പക്ഷെ എന്തെങ്കിലും എന്റെ സ്വപ്നങ്ങൾ എനിക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതിനായി ഞാൻ ഏത് വഴിയും തിരഞ്ഞെടുക്കാനായിട്ട് തയ്യാറാണ്. ജോലി ചെയ്ത് പണം കണ്ടെത്തുകയും എന്റെ സ്വപ്നങ്ങൾ നേടിയെടുത്ത് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും. ഇത്രക്കാരെ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയാം. വില കൂടിയ വീട്, കാറ് എന്നിങ്ങനെ പണമുള്ളവർക്ക് ലോകത്ത് മൂല്യമുള്ളൂ എന്നൊരു തെറ്റായ ധാരണ നമ്മുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഉള്ളിലും ഇത്തരം ചിന്തകളുണ്ടോ? നിങ്ങൾ ആരെയാണ് ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് ചോദിച്ചാൽ ആരെയാണ് നിങ്ങൾ ആദ്യം പറയാം? ധാരാളം സമ്പത്തുള്ളവരെ പറയോ, അതോ ജീവിതത്തിൽ തനിക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ ധൈര്യപൂർവ്വം ആരുടെയും സഹായമില്ലാതെ ജീവിതം ഹാപ്പി ആക്കാനായിട്ട് ശ്രമിക്കുന്നവരെ പറയൂ? കമന്റ് ചെയ്യാം. ഞാൻ പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആയിട്ടുള്ള ഏതൊരു പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിവുള്ള ധൈര്യം എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നവരെ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, 2 വ്യക്തികൾ ചേർന്ന് 1 കോടി വിലമതിക്കുന്ന ഒരു കാർ ലോണോട് കൂടി എടുക്കുകയുണ്ടായി. കുറച്ചു നാൾ അടച്ച് പിന്നീട് പണമടക്കാൻ കഴിയാതെ വരികയും പലിശയെല്ലാം വർദ്ധിച്ച് അവർക്ക് താങ്ങാവുന്നതിലും ചിന്തിക്കാവുന്നതിലും അപ്പുറം കടങ്ങളായി, മാത്രമല്ല വീടും സ്വത്തുക്കളും ഉപേക്ഷിക്കേണ്ടി വന്നു. താമസമെല്ലാം ചെറിയ വീട്ടിലേക്ക് മാറ്റി. ഇത് നേരിടാനാവാതെ ഒരാൾ ആത്മഹത്യ ചെയ്തു. ഇദ്ദേഹം ഇമോഷണലി ആൻഡ് മെന്റലി വീക്കായ വ്യക്തി എന്ന് പറയാം. എന്നാൽ ഇതേ സമയം മറ്റേ വ്യക്തി ചെറിയ വീട്ടിൽ താമസം തുടങ്ങുകയുണ്ടായി. ഒരിക്കലൊരു വഴിവരത്ത് വെച്ച് ഷെഡൊക്കെ കെട്ടി തന്റെ മക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന പാവപ്പെട്ട ഒരാളെ കാണുകയുണ്ടായി. ഇത് കണ്ടയുടനെ അയാൾ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇവർക്ക് സ്വന്തമായൊരു വീട് പോലുമില്ല, എന്നിട്ട് അവർ പരിശ്രമിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇവർക്ക് ഇങ്ങനെ ജീവിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കഴിയില്ല? പരിശ്രമിച്ചാൽ എല്ലാം നേടാം എന്നൊരു പ്രചോദനം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹം നല്ലൊരു വ്യക്തിയെ കൂട്ടുകാരനായിട്ട് തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ ബിസിനസ്സിൽ ചേരുകയും ചെയ്തു. നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇദ്ദേഹം സ്വന്തമായിട്ട് തന്നെ തിരിച്ചെടുക്കുകയും ചെയ്തു. ഇദ്ദേഹമാണ് ഇമോഷണലി ആൻഡ് മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. സോ ഇനി ഇമോഷണലി ആൻഡ് മെന്റലി സ്ട്രോങ് ആവാനായിട്ടുള്ള 2 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എത്ര ദുർബലനായ വ്യക്തികളും ഇമോഷണലി ആൻഡ് മെന്റലി സ്ട്രോങ് ആയിരിക്കും. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. നമ്പർ 1, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് റൂൾ ഇല്ലെങ്കിൽ യു ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഫോർ എക്സാമ്പിൾ, സോഷ്യൽ മീഡിയ. നിങ്ങളുടെ പോസ്റ്റിന് 1000 ലൈക്ക് കിട്ടിയില്ലെങ്കിൽ വല്ലാണ്ട് ഇമോഷണൽ ആവും. ഇങ്ങനെ ലഭിച്ചതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. തനിക്കൊരു നേരത്തെ വിശപ്പ് കറ്റാൻ പോലും കഴിയാത്തവർ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവ് ആയിരിക്കും. ഇത്തരം ആളുകളെ സമയത്ത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ടൈം വേസ്റ്റ് ആക്കുന്നു. സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും അതിനൊരു വാല്യൂ കൊടുക്കാതെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കുമ്പോൾ അവസാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നാം. സോ ഇനി ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ടൈമിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. നമ്പർ 2, വേക്ക് അപ്പ് ഏർലി മോർണിംഗ്. നമ്മുടെയൊക്കെ ചിന്ത മനുഷ്യരാണ് ലോകത്തിലെ മറ്റുള്ളവയേക്കാൾ ബുദ്ധിജീവി എന്നാണ്. എന്നാൽ പ്രഭാതത്തിൽ സൂര്യൻ തലയുയർത്തുന്ന സമയത്ത് അവരുണരും. മനുഷ്യർ മാത്രം മടി കാണിക്കുന്നു. 10 മണിയാവും അവരുടെ മാക്സിമം ടൈം. രാവിലത്തെ സമയം എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ളതാണ്. സോ കഴിയുന്നതും സൂര്യോദയത്തിന് മുന്നേ എണീക്കാനായിട്ട് ശ്രമിക്കുക. 6 മണിക്ക് ശേഷം എണീക്കുന്നവരാണെങ്കിൽ നാളെ മുതൽ കുറച്ച് മുന്നേ എണീക്കാനായിട്ട് നോക്കുക. സോ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.